നമസ്കാരം, എല്ലാവർക്കും ഭവൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മാങ്ങക്കറി വെച്ചാലോ. അതിനായിട്ട് മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കുക. അതിനുശേഷം സ്റ്റൗ ഒക്കെ കത്തിച്ച് ഒരു പാത്രമൊക്കെ വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാമ്പഴത്തിൻ്റെ എല്ലാം കൂടി ഇടുക. അതിനുശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും കാര്യങ്ങളിട്ട് സ്റ്റൗ ഫുൾ ഫ്ലെയിമിലിരിക്കട്ടെ. എന്നിട്ടത് അടച്ചു വെക്കുക കേട്ടോ. അടച്ചു വെച്ചിട്ട് ഇനി അതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അത്രയും നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഏതാണ്ട് ഒരു 3-4 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. അന്നേരത്തേക്കും ഇത് നല്ലപോലെ അങ്ങ് തിളയ്ക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. അന്നേരത്തേക്കും പതുക്കെ ഒന്ന് അടപ്പ് തുറന്ന് നോക്ക്. നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി അതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് സ്റ്റൗവിൻ്റെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് അതൊന്ന് കുറച്ച് വേവട്ടെ. ഇച്ചിരി ഒന്ന് വേവാനുണ്ട്. പെട്ടെന്ന് വേവ് വന്നാലും ഒരു ഇച്ചിരി സമയം അങ്ങനെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പരച്ചെടുക്കാം. അതിന് വേണ്ടി വേണ്ടത് നമുക്കിവിടെ ഞാനിവിടെ ഒരു മുറി അടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ചിരകിയത്, പിന്നെ ഒരു സവാള, കുഞ്ഞുള്ളി ആണെങ്കിലും മതി, പിന്നെ പച്ചമുളക്, ജീരകം, ഇത്രയാണ് വേണ്ടത്. അത് നല്ലപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ. നമ്മുടെ അരപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മുടെ മാങ്ങ ഈ സമയം കൊണ്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൽ കുറച്ച് പറ്റി പിടിച്ചൊക്കെ കാണും. അപ്പോൾ അതും കൂടെ ഒന്ന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മാങ്ങാക്കറി. ഇപ്പോൾ ലോ ഫ്ലെയിമിലാട്ടോ കിടക്കുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ കിടക്കട്ടെ. അത് പതിയെ ചൂടായി വന്നാൽ മതി. അങ്ങനെ അതിൽ കിടന്നതൊന്ന് ഒരു പൊടിക്കൊന്ന് തിളയ്ക്കല്ല, അങ്ങനെ ഒന്ന് കിടന്നൊന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് അത് വേകുകയും ചെയ്യും. പിന്നെ നമുക്ക് അതിന് വേണ്ട കടുക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ കടുക് പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പോൾ അതിനകത്തേക്ക് ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴന്ന ശേഷം ഒന്ന് മൂത്ത ശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ കടുക് പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ കറി റെഡിയാണ്. നമ്മുടെ അടിപൊളി മാങ്ങാക്കറി റെഡിയാണ്. പിന്നെ എന്താ പറയുന്നത്, ഒത്തിരി അങ്ങ് തിളയ്ക്കണ്ട. ഒരു ചെറിയ ഫ്ലെയിം, മീഡിയം ഫ്ലെയിം, ആ ഒരു ഇതിൽ തന്നെ അങ്ങോട്ട് പോട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള നല്ല ചൂടായിട്ടുള്ള മാങ്ങാക്കറി റെഡിയാണ്. ഇത് നല്ല ചോറിൻ്റെ കൂടി മത്തി വറുത്തതും പിന്നെ ഒരു വൻപയർ തോരനും അതൊരു നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ അല്ലേ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.